യഹൂദ് ബരാക്ക് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒരു സർവൈവർ തന്നെ അവരുടെ ആത്മകഥയിൽ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ മരിച്ചതിന് ശേഷം പുറത്തു വന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. അതായത് ഞാൻ രക്തം ഒഴുകും, എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുമ്പോൾ, ഞാൻ വേദനിച്ച് നിലവിളിക്കുമ്പോൾ ഇയാൾ ഉന്മത്തനാവുമായിരുന്നു എന്നാണ് അവർ ആ പുസ്തകത്തിൽ പറയുന്നത്. എപ്സ്റ്റീൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരാൾ അയാൾ ഭയങ്കരമായിട്ട് റിച്ചാണ്, അയാൾ ചിലപ്പോൾ വാൾ സ്ട്രീറ്റിൽ പോയി പൈസ ഉണ്ടാക്കിയതാണ്, അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് അയാൾ ജീവിതം ആഘോഷിച്ചതാണ് എന്നൊക്കെ പറയാം. ഒരു ക്രിമിനൽ വേ ഓഫ് ലൈഫിലൂടെ ആഘോഷിച്ചതാണെന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇയാൾക്ക് ഇത്രയും പൈസ എവിടെ നിന്നുണ്ടായി? എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രധാനമന്ത്രി ഇയാളുടെ ഗസ്റ്റാവുന്നത്? അവരെയൊക്കെ എങ്ങനെയാണ് ഈ രാജ്യ താല്പര്യങ്ങൾ, രാഷ്ട്ര താല്പര്യങ്ങൾ, നയതന്ത്ര കാര്യങ്ങളെപ്പോലും ഇടപെടുന്ന രീതിയിൽ ഇയാൾ ഇൻഫ്ലുവൻഷ്യലായത് എങ്ങനെയാണ്? ഇങ്ങനെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ യഹൂദ് ബരാക്ക് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒരു സർവൈവർ തന്നെ അവരുടെ ആത്മകഥയിൽ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ മരിച്ചതിന് ശേഷം പുറത്തു വന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ എന്നാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ യഹൂദ് ബരാക്കാണെന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാവും. അയാൾ തന്നെ, വിക്ടോറിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, അവർ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. അവർ പറയുന്നത് എന്നെ ഏറ്റവും ഭീകരമായി ആക്രമിച്ച, അവരൊന്നും മൈനറാണ്, ഭീകരമായി ആക്രമിച്ചവരിൽ ഒരാൾ ഈ പ്രൈം മിനിസ്റ്ററാണ്. അതായത് ഞാൻ രക്തം ഒഴുകും, എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുമ്പോൾ, ഞാൻ വേദനിച്ച് നിലവിളിക്കുമ്പോൾ ഇയാൾ ഉന്മത്തനാവുമായിരുന്നു എന്നാണ് അവർ ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ യഹൂദ് ബരാക്ക് പല ഒഫീഷ്യൽ പദവി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇയാളുടെ ആതിഥേയത്വം സ്വീകരിച്ച് അമേരിക്കയിലെത്തിയിരുന്നു. മാത്രമല്ല ഇസ്രായേലിൻ്റെ ഈ മിലിറ്ററി വിപണി, സൈനിക ഉപകരണങ്ങളുടെ വിപണിയുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ഡീലുകളും മീറ്റിങ്ങുകളും സെറ്റ് ചെയ്തിരുന്ന ഇയാളാണ്, എപ്സ്റ്റീനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇയാൾ ഒരിക്കൽ ജയിലിൽ പോയി പുറത്തു വന്നതിന് ശേഷം സിറിയൻ ആഭ്യന്തര യുദ്ധം തുടങ്ങി. സിറിയൻ ആഭ്യന്തര യുദ്ധം തുടങ്ങുമ്പോൾ നമുക്കറിയാം, സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യ ബഷാർ അൽ അസദിൻ്റെ കൂടെയായിരുന്നു. അയാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നുകൊണ്ടിരുന്നത്. IS-നെതിരെ എന്ന പേരിൽ റഷ്യ അവിടെ സൈനികമായി ഇടപെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ബഷാറിനെ താഴെ ഇറക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ താല്പര്യമായിരുന്നു. അപ്പോൾ ബഷാറിനെ താഴെ ഇറക്കാൻ വേണ്ടി പുട്ടിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രൊജക്റ്റ് എപ്സ്റ്റീൻ തന്നെ മുന്നോട്ട് വയ്ക്കുകയും അത് മുന്നോട്ട് പോയി ഫെയിലറായി, അത് വേറെ കാര്യം. അങ്ങനെ പോകാൻ കഴിയുന്ന അത്ര ശക്തിമത്തായ ഒരാളാണ്. അങ്ങനെ ഒരാൾ കേവലമായൊരു ഫിൽത്തി റിച്ച് മാത്രമല്ല എന്ന വാദം മാഗ ക്യാമ്പിൽ തന്നെയുണ്ട്. പക്ഷേ മാഗ ക്യാമ്പ് ഈ കാര്യം മുന്നോട്ട് വയ്ക്കുന്ന വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇത് രണ്ട് കൂട്ടരാണ്, ഈ മൊസാദ് ഏജൻ്റാണ് ഇയാൾ എന്നുള്ള തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, മാഗ ക്യാമ്പിലെ അതിതീവ്ര വലതുപക്ഷത്തിൽപ്പെട്ട കുറച്ച് ആൻറ്റിസെമിറ്റിക് ആയിട്ടുള്ള ആളുകൾ. കാരണം അമേരിക്കൻ പോളിസികളെ ഇസ്രായേൽ സ്വാധീനിക്കുന്ന ഇത്തരം ആളുകൾ വഴിയാണ് എന്നവർ വിശ്വസിക്കുന്നു. ഇസ്രായേലിനെ വെറുതെ നമ്മൾ ചുമക്കുകയാണെന്ന് വിശ്വസിക്കുന്ന മാഗ ക്യാമ്പിലെ നിയോ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. മറുവിഭാഗം എന്ന് പറയുന്നത് പലസ്തീൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റുകളായിട്ടുള്ള ആളുകൾ. ഇവർ രണ്ടുപേരും ഒരുപോലെ ഇയാൾ മൊസാദ് ഏജൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ആരോപിക്കുകയാണ്.